ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ 2025 നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1, ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ലാസ്റ്റ് ബ്ലൂയിഷ് കളറാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 1, ഏപ്രിൽ മാസം 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1, High Priestess, Three of Swords, Strength, Seven of Pentacles, Nine of Cups, Ten of Wands. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 5 of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു മാസം വളരെയധികം ഒത്തിരി അനുഗ്രഹങ്ങളും ആശിഷുകളും ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. അപ്പോൾ അതായത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൺട്രോൾ യുവർ തോട്ട്സ്, കൺട്രോൾ നിങ്ങളുടെ ഇമാജിനേഷൻ, അത് വിഷ്വലൈസേഷൻ, അതൊക്കെ സത്യമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സന്തോഷമുള്ള കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരുടെ കാര്യങ്ങൾ, അതായത് യാത്രകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യാത്രകൾ, ഇപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലോ പാരീസിലോ എവിടെയെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത്, ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും പ്രത്യേക സ്റ്റേറ്റിലോ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ മനസ്സിൽ ചിന്തിക്കുക. അവിടെ നിങ്ങൾ നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പൊസിഷൻ, ഒരു ജോബിലാണെങ്കിൽ നിങ്ങളൊരു മാനേജറൽ പൊസിഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോബാണോ ആഗ്രഹിക്കുന്നത് ആ പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ചിന്തകളിലേക്ക് കൂടുതൽ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾ ഇമാജിനേഷൻ, നമ്മൾ പലരും ചിന്തിക്കുമ്പോൾ അത് നമ്മൾ ഇമാജിൻ ചെയ്ത് പോകും. നമ്മൾ പറയും കാട് കയറി പോവാന്ന് ചിന്തയിൽ. പലരും നെഗറ്റീവ് കാര്യങ്ങളിലാണ് ചിന്തിച്ച് കാട് കയറുന്നത്. അപ്പോൾ അത് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ആ ഒരു ചിന്തയിലൂടെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ പറയില്ലേ ദൈവം പ്രത്യക്ഷപ്പെടുന്ന നിമിഷം എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ദൈവം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ചോദിക്കും എന്നുള്ളത്, അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആലോചിക്കാൻ സമയമില്ലാതെ പെട്ടെന്ന് ഉള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാതെ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോഴേ തന്നെ ചിന്തിച്ച് വയ്ക്കുക മനസ്സിൽ. അടുത്ത വരുന്ന സമയങ്ങൾ, ഈ ഒരു മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിലാവാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവ് തോട്ട്സ് വരില്ല എന്നുള്ളതല്ല, കാരണം എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് വരും. ചെറിയ ഭയങ്ങൾ, ഉൾഭയങ്ങൾ, ഡൗട്ട്സ് ഒക്കെ വരാം. പക്ഷെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ വളരെ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നേറാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. ദൈവാനുഗ്രഹവും, അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അതായത് സ്വത്ത്, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ നിങ്ങൾ കുറച്ച് സ്പിരിച്വലാണ്. നിങ്ങൾ ഒരിക്കൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പോഴായിരിക്കും നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ സഫലമായിട്ട് വരുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പലതും നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. നിങ്ങളുടെ ചില ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് നമ്പർ 9 കാണുന്നുണ്ടാവും. ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ പര്യവസാനത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൻ്റെ പ്രാപ്തി, ഫലപ്രാപ്തി, ശുഭപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്.
നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ ആഗ്രഹിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്. അതേപോലെ 3 ഓഫ് സോഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ലൈഫിൽ പല പ്ലഷേഴ്സും നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചതെല്ലാം ആ ആഗ്രഹങ്ങൾ സഫലമായി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ഫീലിങ്സും വളരെ പോസിറ്റീവായിട്ടുള്ളതാക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. അതേപോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ സംഘർഷങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ മെർക്കുറി റെട്രോഗ്രേഡ്, പല പ്ലാനറ്റ്സ് റെട്രോഗ്രേഡ് സിറ്റുവേഷൻ, ഒത്തിരി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ പൊതുവെ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, അതും വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ പറയില്ലേ, അത് താഴെയാണ്, മണ്ണിന് അടിയിലേക്ക് ഒത്തിരി അടിത്താഴ്ചയിൽ അല്ലെങ്കിൽ ഒത്തിരി ലെയേഴ്സിന് താഴെയായിട്ടാണെന്ന് പറയുന്നത്. ഏറ്റവും അടിയിലുള്ള കാര്യങ്ങൾ വരെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം, വീണ്ടും അത് പുറത്തേക്ക് വരുന്നു എന്നുള്ള, നമ്മൾ കുഴിച്ചു മൂടി എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സങ്കടം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ കാലം കഴിയുമ്പോൾ എല്ലാവരും അത് മറന്നു പോകും. പക്ഷെ അത് ഹീൽ ചെയ്യാത്തത് കൊണ്ട് അത് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് തീരുമാനിച്ച പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ആലോചിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം അത് നിങ്ങൾ മനസ്സുകൊണ്ട് അതിൽ പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടില്ല. നിങ്ങളത് മൂടി വയ്ക്കുകയാണ് ചെയ്തത്, മൂടി വയ്ക്കുകയാണ് ചെയ്തത്. അതിന് പകരം നിങ്ങൾ അത് ഇപ്പോൾ വീണ്ടും സർഫസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി മൂടി വയ്ക്കാതെ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണത്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇതിനെ ഒരു മൂടി വയ്ക്കുന്നതിന് പകരം അത് അക്സെപ്റ്റ് ചെയ്യുക. അതിങ്ങനെയായിരുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അക്നോളേജ് ചെയ്യുക ആൻഡ് ഗ്രോ സ്ട്രോങ്ങർ. മുന്നോട്ടേക്ക് ധൈര്യമായിട്ട് വളരെ ശക്തി അറിയിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇതുവരെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അക്നോളേജ് ചെയ്യുക. അത് സങ്കടമാണ്, അത് നഷ്ടമായി എന്ന് ഉറപ്പിക്കുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവോയ്ഡ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രത്യേക ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ക്രാഫ്റ്റോ മറ്റെന്തെങ്കിലും തരത്തിൽ അഗ്രികൾച്ചർ ആയിരിക്കാം, കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ, നിങ്ങൾ അങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നത്, കൈകൊണ്ട് ചെയ്യുന്ന, അതായത് പേപ്പർ വർക്ക്സ് അല്ലാതെ, ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന, അത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്യുന്നതല്ലാതെ നിങ്ങളുടെ വർക്ക് അതിൽ നിങ്ങൾ കൈകൊണ്ട് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ നിങ്ങളൊരു ഷെഫായിരിക്കും, കുക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ഗ്രോത്ത് ഉള്ളൊരു സമയമാണ്. അല്ലാത്തവർക്ക് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് സാധ്യതകൾ കൂടുതൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതായത് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾക്ക് നേർക്കുനേർ കാണാൻ പറ്റുന്ന സാഹചര്യം, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളവരെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മുന്നോട്ടേക്ക് നിങ്ങൾ പോയി എന്നുള്ളത്. ഓക്കെ, അതേപോലെ 3 ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് വോൺസ് എനർജിയാണ്. ഇത് പലതിൻ്റെയും പര്യവസാനത്തിൻ്റെ ശുഭസൂചകമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പല കാര്യങ്ങളും വിട്ടിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് മാസം അവസാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് മാർച്ച് മാസം 29-ാം തീയതിക്ക് ശേഷം പല മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ അസ്ട്രോളജിയിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല ഡീറ്റെയിലായിട്ട്, എന്നിരുന്നാലും ഗ്രഹങ്ങളിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല ഗ്രഹങ്ങളും പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മാർച്ച് 29-ാം തീയതിക്ക് ശേഷം പുതിയ ഒരു ജീവിതം തന്നെ നിങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഏപ്രിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പലതും നിങ്ങൾ ഇതുവരെ ഏറ്റെടുക്കാതിരുന്ന, മാറ്റിവെച്ച, ഇഗ്നോർ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ആവശ്യത്തിൽ കവിഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഒന്നുകിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന
ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ, അതായത് ടേക്കിംഗ് ഓൺ ടു മച്ച്, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നിങ്ങൾ തലയിലേറ്റി വെക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഈ രണ്ട് കൂട്ടരെയും സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കുന്നു, വ്യക്തമായിട്ട് അറിയുന്നു എന്നുള്ളത്. ഉത്തരവാദിത്തങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് തലയിൽ കയറ്റിവെക്കുന്നത് അത് റിലീസ് ചെയ്യുന്നു. അതായത് ഒത്തിരി ഭാരം എന്നുള്ള രീതിയിൽ അത് ഒരു ഭാരമായിട്ട് മാറിയിട്ടുള്ളവർ അത് റിലീസ് ചെയ്യാണ്. നിങ്ങളെ അതിൽ നിന്ന് ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. ഫ്രീ യോർ സെൽഫ് ഫ്രം ദിസ്, ഈ ഒരു വലിയൊരു ഭാരത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഒഴിവാക്കുകയാണ്. നിങ്ങൾ വ്യക്തമായിട്ട് പലതും റിലീസ് ചെയ്യാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഭാരം ഒഴിഞ്ഞു പോയ സാഹചര്യമാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് ശ്വാസ തടസ്സങ്ങൾ, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നോക്കുന്ന കാര്യങ്ങളുണ്ട്. അതല്ലാതെ ചില കാര്യങ്ങൾ പല മരുന്നുകളും കഴിക്കുമ്പോൾ പലതും മാറുന്നുണ്ടാവില്ല. ഒന്ന് അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കും, മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആകുമ്പോൾ നമ്മൾ സ്ട്രെസ് റിലീസ് ആകുമ്പോൾ പല അസുഖങ്ങളും പലരുടെയും ഓട്ടോമാറ്റിക്കലി മാറുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് റിലീസ് ആകുമ്പോൾ നിങ്ങൾ ഫിസിക്കലി, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നിങ്ങൾക്കൊന്ന് ആരോഗ്യം പുഷ്ടിപ്പെട്ട ഒരു ഫീലിംഗ് ആണ് വരുന്നത്. അതിനൊരു കാര്യം, നിങ്ങൾ പല കാര്യങ്ങളും വേണ്ടാത്തതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നത് കൊണ്ടാണ്. സ്ട്രെങ്ത് കാർഡ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതോടൊപ്പം തന്നെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ ഒരു ബ്ലോക്കാണ് അടുത്തേക്ക്, എന്ത് ചെയ്താലും തടസ്സമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ പല കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമാകുന്നു എന്ന് പറയുന്നതൊക്കെ ഒന്നും നടക്കാതെ പോകുന്നു. സെൽഫ് ഡൗട്ടാണ് ചില കാര്യങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് മോഡിലായിരിക്കും. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതായിരിക്കില്ല, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. ചുറ്റുമുള്ള ആളുകൾ, സാഹചര്യങ്ങൾ പലതും നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ വളരെ പ്യുവർ ഹാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് നമ്മൾ പറയുമല്ലോ, ഒരു ചാണക്യതന്ത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വലിയ ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു സത്യസന്ധത കാണിക്കുന്നവർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരമാണ് പെട്ടെന്ന് വെട്ടി കളയാന്ന് പറയും. അപ്പോൾ ഒരു ചെറിയ തന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് 5 ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ, പ്രൊമോഷന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതെ, എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നിങ്ങളുടെ ഒരേ പൊസിഷനിലുള്ള വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച്, അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ടാവാം, ഒരു നെഗറ്റീവ് ഫീലിങ്സ് അവരുടെ ഉള്ളിലുണ്ടാവാം. ആ ഫീലിങ്സ് ഒക്കെ നിങ്ങളെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാം. കാരണം നിങ്ങൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വെക്കുക. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക, പക്ഷെ കോമ്പറ്റീഷനാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പൈൽ നമ്പർ 2. നിങ്ങളിനി പൈൽ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം ഏപ്രിൽ 2025 നിങ്ങൾക്ക് ഇങ്ങനെയാണ്. പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. Four of Pentacles, Tower moment, 8 of Wands, Temperance, 3 of Cups, 3 of Pentacles, Sun card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം 4 of Pentacles and Sun card, 3 of Cups എനർജിയാണ്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നല്ലൊരു ആത്മബന്ധം മറ്റുള്ളവരുമായിട്ട് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. സൗഹൃദം, സഹകരണമൊക്കെയാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്.
ഇതുവരെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പല കാര്യങ്ങളും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ചുറ്റുമുള്ളവർ, മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും, ഈവൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, എല്ലാവരും നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ അടുത്തിടയ്ക്കായിട്ട് കുറച്ചധികം സാമ്പത്തിക പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ, ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാം, ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും. ഈ ഒരു മാസം എന്ന് പറയുന്നത് മാർച്ച്, ഈ ഒരു സമയം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് മാർച്ച് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഏപ്രിൽ മാസത്തിലേക്ക്, മാർച്ചിൽ നിന്ന് ഏപ്രിലേക്ക് കടക്കുമ്പോൾ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു മാസമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല നല്ല കണക്ഷൻസ് നിങ്ങൾക്കുണ്ടാകുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങൾ, ഫാമിലി, ഇത് വളരെയധികം ആഘോഷത്തിൻ്റെ സമയമാണെന്ന് പറയും. ഇപ്പോൾ ഫാമിലി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടാവും. ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ, അല്ലെങ്കിൽ പ്രമോഷനോ മറ്റു കാര്യങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാവാം. പുതിയ ജോലി ലഭിക്കുന്ന സാഹചര്യവും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് യാത്ര പോകുന്നതായിരിക്കാം. സോൾമേറ്റ് കണക്ഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ, മ്യൂച്വലി അതായത് രണ്ടു പേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗുണമുള്ള തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. വളരെയധികം നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കണക്ഷൻസും നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല സൗഹൃദം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ വിലമതിക്കുന്ന തരത്തിലുള്ള, നിങ്ങളെ വിലമതിക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. പല കാര്യങ്ങളും മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നവർ, കണക്ട് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് മാറിപ്പോയിട്ടുള്ളവരും, സൗഹൃദം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ പൊതുവേ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിൽഡ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെഗസി, ഇപ്പോൾ നിങ്ങൾ കാലങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്, എന്തെങ്കിലും സ്ഥാപിക്കുന്നുണ്ട്, സ്ഥാപനമാവാലും എന്തെങ്കിലും ബിസിനസ് ആവാം, അങ്ങനെ എന്തായാലും ചെറുതിൽ നിന്ന്, അതായത് ഓരോരോ നാണയത്തുട്ടുകളിൽ നിന്ന് നിങ്ങൾ വലിയ വലിയ ലെവലിലേക്ക് എത്താനുള്ളതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഓൾറെഡി ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ബിസിനസ് വീണ്ടും ഒന്ന് പുതുക്കി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ചിന്തിക്കുകയാണ്, ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെ റീവാലുവേഷൻ ചെയ്യണം, എന്ത് ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ, ഇത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളിവിടെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ സ്ട്രോങ് എനർജിയാണ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അത് ലിറ്ററലി നിങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ആവാം. അപ്പോൾ നിങ്ങൾ വീട് പണി ചെയ്യുന്നവരാണെങ്കിൽ, ഫൗണ്ടേഷൻ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക കാര്യങ്ങളും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഓൾറെഡി വീടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, പക്ഷേ ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും. ചെറിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഉണ്ടായേക്കാം. അപ്പോൾ അതെല്ലാവർക്കും ഒരുപോലെയല്ല. നിങ്ങളുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷനും ആവാം ഇത്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാവാം, നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നം, നിങ്ങൾ ചിലപ്പോൾ എക്സസൈസ്, ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നതിൻ്റെ കാരണം നെഗറ്റീവ് ഫീലിംഗിൽ നിന്ന് നിങ്ങൾ മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഫൗണ്ടേഷൻ മാറ്റിമറിക്കുന്ന സാഹചര്യമാവും. കാരണം നിങ്ങളിപ്പോൾ ചില ആളുകൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും, ഇപ്പോൾ ജോലിക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും, ഫാമിലി തീരെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇത് രണ്ടും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന ചിന്തയായിരിക്കാം.
എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തവർ ഫാമിലിയും ജോലിയും ഒരുപോലെ, അല്ലെങ്കിൽ ബിസിനസ്സും ഫാമിലിയൊക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നെഗറ്റീവ് ഫീലിങ്സ് എന്നൊക്കെ നിങ്ങൾ പുറത്തു വരികയാണെന്നുള്ളതും നിങ്ങളുടെ എനർജി കാണിക്കുന്നു. ഈ ഒരു ടവർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ടവർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സാഹചര്യങ്ങൾ സംഭവിക്കുന്നതുമാവും ടവർ മൊമെൻ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ. കാരണം പെട്ടെന്ന് എന്തോ സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്, എന്താ പറയുക, ഷിഫ്റ്റാണ്, മേജർ ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റമാണ്. അപ്പോൾ നമ്മളെപ്പോഴും മാറ്റം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് എന്നുള്ളത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിരിക്കും. ഇപ്പോഴത്തെ എനർജി, ഇപ്പോൾ ഒത്തിരി സ്റ്റാർസിൻ്റെ, അത് ആസ്ട്രോളജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഒത്തിരി ഗ്രഹങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മാർച്ച് അവസാനം, ഇപ്പോഴും അല്ലെങ്കിൽ ഏപ്രിൽ തുടക്കത്തിലേക്ക് വരുമ്പോൾ മെർക്കുറി റെട്രോഗ്രേഡ്, അതുപോലെ വീനസ് റെട്രോഗ്രേഡ് ആയിരുന്നു. പല പല സ്റ്റാർസ്, പല നക്ഷത്രങ്ങൾ, അതായത് ഗ്രഹങ്ങൾ പ്ലാനറ്ററി പൊസിഷനിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നുണ്ട്. ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചീത്ത കാര്യങ്ങൾ എന്നുള്ള രീതിയിലല്ല, നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബാലൻസ് ചെയ്യുക, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും ബുദ്ധിമുട്ട്. കാരണം ദേഷ്യവാശ്യം, സ്ട്രെസ്, ആങ്സൈറ്റി ഇതൊക്കെ ലൈഫിലുണ്ടാകും. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ, എൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനും സ്പിരിച്വലി നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ, കാരണം നിങ്ങൾക്ക് പലതും ഒത്തിരി സ്ട്രെസ്സുള്ള സമയമാണ് എങ്കിൽ വർക്കും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉള്ളവർ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്പിരിച്വാലിറ്റി ആണ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് സന്ധ്യാനാമം ജപിക്കുക, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മെഴുകുതിരി കത്തിച്ച്, വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതോ നിസ്കരിക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി, ആ ഒരു ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് റീഇവാലുവേഷൻ, റീഡിറക്ഷൻ, റീഎസ്റ്റാബ്ലിഷ്മെൻറ്റ്, വീണ്ടും പുനർചിന്തിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സമയമാണ്. 8 ഓഫ് ഫോൺസ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ലൈഫിൽ ഫാസ്റ്റായിട്ടായിരിക്കും, മേജർ ചേഞ്ച്, ഷിഫ്റ്റ് പറഞ്ഞു, ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു കാറിലോ അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ബസ്സിലോ പോകുന്ന സമയത്ത് പെട്ടെന്ന് അത് ബ്രേക്ക് ഇടുകയാണെങ്കിൽ, പെട്ടെന്നൊരു വളവ് വരികയാണ്, വളയ്ക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഷെയ്ക്കാവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് അല്ല, അല്ലെങ്കിൽ പിടിച്ചല്ല ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ബാലൻസ് തെറ്റാം. അതുപോലത്തെ ഒരു എനർജി, അങ്ങനെ ഒരു തരത്തിലുള്ള ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് ഷെയ്ക്ക് ആവാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുക, അത് ആ ഒരു ചേഞ്ച് ആവശ്യമാണ്, അനിവാര്യമാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകണം, നിങ്ങളുടെ പാത്ത് ചേഞ്ച് ചെയ്യുന്ന സമയമാണ്. അതിപ്പോൾ ജോലിയാവാം, മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം, സ്റ്റഡീസിലാവാം. ചില ആളുകൾ സ്റ്റഡീസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി കോഴ്സ് മാറാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട് എന്നുണ്ട് എങ്കിൽ അതായത് അത് വേണോ ഇത് വേണോ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്പീഡിലാണ് കാര്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ഈ ഒരു സമയം സൂചിപ്പിക്കുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവ്, ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് പോകാതെയും എപ്പോഴും ഇങ്ങനെ അത് വേണോ ഇത് വേണോ എന്ന് മാറി ചിന്തിക്കാതിരിക്കുക, ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് നിൽക്കാം. ആവശ്യത്തിൽ കവിഞ്ഞ് ഫാസ്റ്റായിട്ട് പോകേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ. അത് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ പെട്ടെന്ന് എല്ലാ കാര്യവും നടക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്നുള്ളൊരു ചിന്തയാവാം. ചില കാര്യങ്ങൾ പതുക്കെ അതിൻ്റെ സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വീണ്ടും പലതും നിങ്ങൾ പുനഃസൃഷ്ടിക്കുന്ന സമയമാണ്, ലൈഫ് വീണ്ടെടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ അതൊരു ശാപമായിരുന്നെങ്കിലും അത് ഉപകാരമായിട്ടാണ് ഭവിച്ചത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പെട്ടെന്നതൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിർത്തേണ്ടി വരുന്നത്, അത് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതൊരു നെഗറ്റീവായിട്ടാണ് എല്ലാവരും ചിന്തിക്കുക. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ എല്ലാവരും മനുഷ്യരാണ്, നമ്മുടെ അപ്പോഴും കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുണ്ട്. മുന്നോട്ടേക്ക് നിങ്ങൾക്ക്
ഭാവിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ചതായിട്ടൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതുണ്ടാക്കി തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ ഒരു സ്ട്രെസ്സും നെഗറ്റിവിറ്റിയും മനസ്സിൽ നിന്ന് മാറ്റാം. അത് എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നില്ല, എളുപ്പമല്ല, പക്ഷേ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. വളരെ വലിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്ന് തന്നെ പറയാം. പിന്നെ നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് സൺ കാർഡാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി സന്തോഷമുള്ള കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു മിക്സ്ഡ് എനർജിയാണ്. ഈ ഒരു മെയിൻലി ഗ്രഹങ്ങളുടെ പല മാറ്റങ്ങളും ജീവിതത്തിലുണ്ട്. ഈ പല ഗ്രഹങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് നിങ്ങളുടെ നെഗറ്റീവ് എനർജീസ് കൊണ്ടുവരുന്നത്. അത് നെഗറ്റീവ് എനർജീസ് അല്ല, ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്നു അത് നെഗറ്റീവാണ്. കാരണം ആ ഒരു സ്ട്രെസ്സ് അതൊരു പല മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ആരുടെ ലൈഫിലാണെങ്കിലും പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബാലൻസ് ഒന്ന് മാറും. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആവുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ലാത്തവരാണെങ്കിൽ രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കാതിരിക്കുക. സ്പിരിച്വലി കണക്റ്റഡ് ആവാം. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം. പൈൽ നമ്പർ 3 ഏപ്രിൽ 2025 നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. Two of Cups, Queen of Wands, Eight of Pentacles, Queen of Swords, King of Pentacles, Emperor Energy, and നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് ഡെത്ത് കാർഡാണ്. ഓക്കെ, ഈ ഒരു മാസം ഫസ്റ്റ് 2 of Cups ആൻഡ് King of Pentacles എനർജിയാണ്. പൈൽ നമ്പർ 3 നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു മാസം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാരണം സെക്കൻഡ് റോ മുഴുവൻ ക്വീൻ ആൻഡ് കിങ് എനർജീസ് ആണ്. അതായത് അതോറിറ്റി, പൊസിഷൻ ആൻഡ് ഫസ്റ്റ് ഇതിലും ക്യൂൻ ഓഫ് ഫോൺസ്. ഒരു മാറ്റമാണ്, വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ എന്ന് പറയാം. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ അസ്ട്രോളജി ബേസിസിലാണ് എങ്കിൽ ഒത്തിരി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മാർച്ചിൽ വരുന്ന മെർക്കുറി റെട്രോഗ്രേഡ് ആണെങ്കിലും ഏപ്രിൽ തുടക്കം വരെ ഉണ്ടാകുന്നു, ഏപ്രിൽ 7th വരെ. അതുപോലെ വീനസ് റെട്രോഗ്രേഡ് ഉണ്ടായിരുന്ന മാറ്റങ്ങളും പല ഗ്രഹങ്ങളും, ഒത്തിരി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഒരേ സമയം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും ലൈഫിൽ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. മാർച്ച് മാസത്തിലുണ്ടായി ചില സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ മാറിപ്പോകുന്ന എനർജി. അതേപോലെ പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. പോസിറ്റിവിറ്റിയിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ജീവിതത്തിലുണ്ടാവാം. ഈ ഒരു മാസം ഇനി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പലതും നിങ്ങൾ പൊതുവെ ആഘോഷിക്കാത്തവരാണെങ്കിൽ എല്ലാം ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഘോഷമാക്കാത്ത നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ മറ്റെന്തെങ്കിലും പ്രത്യേകിച്ച് ആഘോഷങ്ങളില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കൊച്ചു കാര്യത്തിന് പോലും നിങ്ങളൊരു ചെറിയൊരു പാർട്ടി നടത്തുക, അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുക, കേക്ക്, ഐസ്ക്രീം അതുപോലുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഘോഷങ്ങളും നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കൊച്ചു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ രസികന്മാരെന്ന് അല്ലെങ്കിൽ പിശുക്കരെ എന്നൊക്കെ പറയുന്ന തരത്തിൽപ്പെട്ട ആളാണെങ്കിൽ കൂടിയും
ഒരു കാരണമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങൾക്ക് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ആ ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയാം. നിങ്ങളെ സംബന്ധിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം, പലരും ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ പിറന്നാളോ അല്ലെങ്കിൽ വിവാഹ വാർഷിക സമയത്തോ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഒരു കാര്യമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരിലും ഒരു റൊമാൻറ്റിക് മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് വളരെയധികം നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒത്തിരി സംതൃപ്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് സോട്ട്സ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലൊരു അതോറിറ്റി ഫിഗർ നിങ്ങൾക്ക്, അതായത് പൊസിഷൻ, വളരെ ഉയർന്ന പൊസിഷനിലേക്ക് പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ഉയർന്ന പൊസിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ചുവടെടുത്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ലൈഫിന് നിങ്ങൾ എന്താണ് എന്നുള്ള, ജീവിതത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ നിയോഗം എന്താണ്, ലൈഫ് പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, പൊതുവെ ഇച്ചിരി എന്താ പറയുക, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്, അതായത് മുന്നോട്ടേക്ക് പോകാൻ ഒരു എന്തൊരു തടസ്സമാണ്. അതായത് നിങ്ങൾ തോറ്റു പോകും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഒരു ചമ്മലോ, സ്വയം സെൽഫ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. പലർക്കും പല കാരണങ്ങളാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ സ്വയം ലൈം ലൈറ്റിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്, മുന്നോട്ടേക്ക് കയറി ഇതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളായിരിക്കും ഇവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. അതേ നിങ്ങൾ വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ഒന്നുമല്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് ഇന്നതൊക്കെ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ കഴിവെന്ന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് കഴിവില്ലാത്ത ഏരിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്സ് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത, നിങ്ങളുടെ ഉള്ളിലുള്ള, നിങ്ങൾക്ക് മാത്രം അറിയുന്ന നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരിക്കലും നിങ്ങളത് സ്വീകരിച്ചിട്ടില്ല, ഇതാണ് ഞാൻ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കുകയാണ്, മാത്രമല്ല നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് അത് തുറന്ന് പറയണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഞാൻ ഇതും എൻ്റെ ഒരു ഭാഗമാണ്, എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്നുള്ള പോലെ. ഈ ഒരു ക്യൂൻ ഓഫ് എനർജിയിൽ ഇപ്പോൾ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് ക്യൂൻ ഓഫ് സോട്ട്സ് ആണ്. ക്യൂൻ ഓഫ് ഫോൺസ് എനർജി ബ്ലാക്ക് ക്യാറ്റും അതേപോലെ ക്യൂൻ ഓഫ് സോട്ട്സ് വൈറ്റ് ക്യാറ്റുമാണ്. എല്ലാവർക്കും ഡാർക്ക് ആൻഡ് വൈറ്റ് സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ചീത്ത വ്യക്തിയാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ള ഏരിയാസിൽ നിങ്ങൾ കഴിവ് തെളിയിക്കും. നിങ്ങൾക്ക് കഴിവ് കുറവുള്ള ഭാഗങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൂടുതൽ അറിയേണ്ടതുണ്ട്, എനിക്ക് അറിയുന്നത് പോരാ എന്നുള്ളത് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. പലപ്പോഴും ആളുകൾ അതൊരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ക്രിറ്റിസിസം നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുക. ക്രിറ്റിസിസം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതിന് പകരം അത് സത്യമാണോ എന്ന് മനസ്സിലാക്കി അത് സ്വീകരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അതൊക്കെ മാറ്റി, നിങ്ങളിപ്പോൾ ഒരു ഫെയിലിയർ, നഷ്ടബോധം നിങ്ങൾക്കിപ്പോൾ ഇല്ല. നഷ്ടപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു, അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ ഒരു നഷ്ടബോധവുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്, അതിന് റെഡിയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അത് ഒരു പോസിറ്റിവിറ്റിയാണ് എന്നുള്ളതാണ്. അതേപോലെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് എംപറർ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം എന്താ പറയുക, ചില വ്യക്തികൾ, എല്ലാവരും അല്ലെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിലിരിക്കുന്നു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അടിച്ചു തുടയ്ക്കുക, കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുടെയോ ഹസ്ബൻഡിൻ്റെയോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ റിട്ടയർ ആയിട്ടില്ല, പ്രത്യേകിച്ച് ജോലി എന്ന് പറഞ്ഞ് മറ്റൊരിടത്ത് പോകാത്തൊരു വ്യക്തി, അവരും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നില്ല, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താബോധത്തിൽ നിന്ന് പുറത്ത് കടന്നിട്ട്
എങ്ങനെ ഒരു പുറത്തു പോയി ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾക്കനുസരിച്ചിട്ട് പലതിലേക്കും നിങ്ങളെ തന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രായമായിട്ടുള്ള കുട്ടികളൊക്കെ അയക്കുമ്പോൾ ജോലിയും എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കാൻ ഉള്ള ഒരു അവസരവും അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാർച്ച് മാസത്തിന് ശേഷമുള്ള മാസം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു ഒരു മെസ്ക്യുലൈൻ എനർജിയാണ് എന്ന് വെച്ചാൽ ഒരു അതോറിറ്റി ഫിഗർ എന്നുള്ളതാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലല്ല, ഒരു അതോറിറ്റി ഫിഗർ, നല്ലൊരു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജറിയൽ ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഇപ്പോൾ നിങ്ങളൊരു നല്ല പൊസിഷനിലാണ്, ഇപ്പോൾ ഒരു ബാങ്കിലും മറ്റ് വർക്ക് ചെയ്യുന്നു, ക്ലറിക്കൽ പൊസിഷനിലാണെങ്കിൽ മാനേജർ പൊസിഷനിലേക്ക് എത്താനുള്ള അവസരമുണ്ട്. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. വളരെ കോൺഫിഡൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ മാജിക് എന്താണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്യാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ മാജിക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ അതോറിറ്റി, നിങ്ങൾ ആ ഒരു മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, അതായത് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ വാക്കുകൾ എത്തിക്കാൻ, അതൊരു ധാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ളൊരു ഇതല്ല. നിങ്ങൾ അതോറിറ്റി കാണിക്കേണ്ടടുത്ത് ഞാൻ ഇന്ന സ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അതേസമയം വളരെ പോസിറ്റീവായിട്ട് ഒരാധികാരികത കാണിക്കാതെ നല്ല രീതിയിലുള്ള ഒരു ലീഡറായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി, അതായത് 8 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണ് ഈ ഒരു മാസം. പലരെയും സംബന്ധിച്ച് ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങളും സമ്പത്ത് കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കി തരുന്ന ഒരു മാസമാണ്. നിങ്ങൾ എത്രത്തോളം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ അത് മനസ്സിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊണ്ടുവരാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, ഡ്രീം യുവർ ബിഗ്ഗസ്റ്റ് ലൈറ്റ് ടു ദ ലൈഫ് എന്ന് പറയും. നമ്മൾ ഏറ്റവും വലിയ സ്വപ്നം എന്താണോ നിങ്ങളുടേത് എന്നുള്ളത്, അത് നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക. എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ എൻവിഷൻ ചെയ്യുക, അതായത് നിങ്ങളത് ഇമാജിൻ ചെയ്ത് നോക്കുക എങ്ങനെയായിരിക്കും. കാരണം മാനിഫെസ്റ്റേഷൻ പവർ അത് വളരെ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് ചിലപ്പോൾ ഇതൊരിക്കലും നടക്കാത്ത കാര്യം, ദിസ് ഇസ് ഇമ്പോസിബിൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അപ്പോൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രപഞ്ചശക്തിയോട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിലും ആ പറയുന്ന പ്രപഞ്ചശക്തിയിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഓവർഫ്ലോയിങ് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ആ ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച് സാമ്പത്തികമായിട്ട് മുന്നേറുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമൊക്കെ കിട്ടുന്നുണ്ട്. ഷെയർ ട്രേഡിംഗ്, മാർക്കറ്റിംഗ്, മ്യൂച്വൽ ഫണ്ട്, ബാങ്കിങ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് അതിസമ്പന്ന യോഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സാമ്പത്തികമായിട്ട് ഉയർച്ച, അതേപോലെ പൊസിഷൻ, അതോറിറ്റി, ലീഡർഷിപ്പ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കരിയർ, ഫിനാൻസ് വളരെ സാധ്യത. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ വളരെ ഒരു റൊമാൻറ്റിക്, ഒരു ഹാപ്പി സിറ്റുവേഷൻ തന്നെ അവിടെയും കാണിക്കുന്നുണ്ട്. ഇൻ ജനറലി ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മെയിൻ തീം. അതായത് പുതിയൊരു ജീവിതം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ഉള്ളത് അതിൽ നിന്ന് വലിയൊരു മാറ്റം, വലിയൊരു ഷിഫ്റ്റാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പുനർജന്മം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു എനർജിയിലേക്കാണ്. റീബർത്ത് സിഗ്നലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ, ഈ ഒരു എനർജിയിൽ ബന്ധങ്ങളിലായിരിക്കാം, റിലേഷൻഷിപ്പ് അല്ലാതെ നിങ്ങളുടെ കരിയറിലായിരിക്കാം, ബിലീഫ് സിസ്റ്റത്തിലായിരിക്കാം, ഏത് കാര്യത്തിലുള്ള എല്ലാത്തിലുള്ളൊരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റ് ലൈഫ് വിട്ടുകളയുക, പുതിയൊരു ലൈഫിലേക്ക് പോവുക, നിങ്ങളുടെ മാജിക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നെഗറ്റിവിറ്റി മാറ്റി മനസ്സിൽ പോസിറ്റിവിറ്റി വയ്ക്കുക, മാനിഫെസ്റ്റ് ചെയ്താൽ ആഗ്രഹം എല്ലാം സഫലമാകുന്ന സമയമാണ്. ഇഫ് യു ബിലീവ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.